ഇന്ന് ഓവണും ബീറ്ററും ഒന്നുമില്ലാതെ മിക്സിയിലൊരു കേക്ക് ഉണ്ടാക്കി പഠിച്ചാലോ? അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദാമാവ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് പാലും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കൂട്ടൊഴിച്ച് ഒന്ന് സ്പൂണ് കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഇതുപോലെ അലുമിനിയം ഇതിൽ വേവിച്ചെടുക്കാം. അതേപോലെ തന്നെ ഒരു മുട്ടയും 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ്, ഒരു നുള്ളു ഉപ്പ്, 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒന്ന് പതുക്കെ ബീറ്റ് ചെയ്ത ശേഷം 1/2 കപ്പ് മൈദാ മാവിൽ 2 സ്പൂൺ മൈദാ മാവ് മാറ്റിയ ശേഷം 2 സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂണിൻ്റെ അളവിൽ ബേക്കിംഗ് സോഡയും കുറച്ച് പാലും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നേരത്തെ ഉണ്ടാക്കിയതുപോലെ തന്നെ കേക്ക് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടി ചേർത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. അടുത്തൊരു പാത്രത്തിലേക്ക് 75 ഗ്രാം ബട്ടർ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറച്ച് വീതം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് ഞാൻ ഇവിടെ എല്ലാ പഞ്ചസാരയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തതിന് ശേഷം കുറച്ച് പാല്, കുറച്ച് വാനില എസൻസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ക്രീമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം ആ ഒരു ക്രീം എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അധികം കട്ടിക്ക് ചെയ്യേണ്ട കേട്ടോ. അത് കഴിഞ്ഞ ശേഷം വാനില സ്പോഞ്ച് പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ക്രീം ഒന്ന് കട്ടിക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ലെവലല്ലാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ അളവിൽ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി കേക്കാണ്. ടേസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ പറയണ്ട കേട്ടോ, അത്രയും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാത്തവരെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ.